അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വെബ്സൈറ്റിൽ നമ്മളെ ഒറിജിനൽ ഇമെയിൽ കൊടുത്ത് കണ്ട് അവരെ ആ വെബ്സൈറ്റ് പിന്നെ ഒരുപാട് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ മെയിലൊന്നായിട്ട് ആകെ അലങ്കോലാവും. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ മെയിൽ ഐ ഡി ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ കണക്റ്റായി കിടക്കുന്നുണ്ട്. കാരണം നമ്മളെ കോൺടാക്ട്സ് ആയിക്കോട്ടെ മറ്റുള്ള ആയിക്കോട്ടെ, അപ്പോൾ നമ്മളെ ഡാറ്റ ചോർന്നു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇതിന് നമുക്ക് എന്താണ് സൊല്യൂഷൻ? ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യണം, പക്ഷെ എന്ത് ചെയ്യണം, അത് നിങ്ങൾ ഒറിജിനൽ മെയിൽ ഐ ഡി അല്ലാതെ നമുക്കൊരു ടെമ്പറായിട്ടുള്ളൊരു ടെമ്പററി ആയിട്ട് ഒരു മെയിൽ ഐ ഡി കൊടുത്തിട്ട് ആ മെയിൽ ഐ ഡി വെച്ചിട്ട് നമ്മൾ ആ വെബ്സൈറ്റ് നമുക്ക് യൂസ് ചെയ്യാനുള്ള എല്ലാ ഫങ്ഷൻസും ആക്റ്റീവ് ആക്കി തരും ചെയ്യും. അപ്പോൾ അതെങ്ങനെയെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് സ്ക്രീനിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഈ വെബ്സൈറ്റാണ് ആക്സസ് ചെയ്യേണ്ടതെന്ന് നോക്കുക. അപ്പോൾ ഇതിൽ ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളെ ഒറിജിനൽ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കാൻ താല്പര്യമില്ല, പകരം ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു മെയിൽ ഐ ഡി. പക്ഷേ ടെമ്പററി ആയിട്ട് മെയിൽ ഓടി കൊടുക്കുമ്പോൾ നമുക്കിതിൻ്റെ വെരിഫിക്കേഷനും കൂടി ബൈപ്പാസ് ചെയ്യണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഈ ഇതിൽ ഞാൻ കുറച്ച് ഫേക്ക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബിസിനസ് ഇമെയിൽ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്കൊരു ഫേക്ക് ടെമ്പററി ആയിട്ടുള്ള ഒരു മെയിൽ അഡ്രസ്സ് കൊടുക്കേണ്ടത്. അപ്പൊ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഗൂഗിൾ എടുക്കുക. ഗൂഗിളില് സെർച്ച് ബാറിൽ ടെമ്പ് മെയിൽ എന്ന് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു വെബ്സൈറ്റ് വരും, മെയിൽ ഉണ്ട്. അതില് ടെമ്പററി ആയിട്ടുള്ള ഒരു മെയിൽ ഐ ഡി നമുക്ക് കിട്ടും. താഴെ തന്നെ ഒരു ഇൻബോക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ബൈപ്പാസ് കൊടുത്ത് ഒരു OTP കൊടുക്കുകയാണെങ്കിൽ ആ OTP ഈ ഇൻബോക്സിൽ വരും. ഓക്കെ, അപ്പൊ മെയിൽ ഐ ഡി റെഡി ആയിട്ടുണ്ട്. കോപ്പി കൊടുത്തു. നമ്മള് എന്ത് ചെയ്യാം, ആ ബിസിനസ് ഇമെയിൽ അഡ്രസ് എന്നുള്ളിടത്ത് കൊടുക്കുക, പേസ്റ്റ്, എന്നിട്ട് സൈൻ ഇൻ ചെയ്യാം. ഓൾമോസ്റ്റ് റെഡിയാണ്. ചെക്ക് യുവർ ഇൻബോക്സ്. അപ്പൊ ഇപ്പൊ ഇവിടെ ഇൻബോക്സിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, വെരിഫിക്കേഷന്റെ ഭാഗമായിട്ട് ലിങ്ക് അയച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ലിങ്ക് അവിടെ മെയിലിന്റെ താഴെ പോയി കണ്ടോ, സൈൻ കാറ്റ്, ആ മെയിൽ അഡ്രസ് വന്നിട്ടുണ്ട്, വെരിഫിക്കേഷന്റെ മെയിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് പ്രസ് ചെയ്യാം. അപ്പോ അത് ഓണായി. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സൈൻ അപ്പ് ടു ഡാഷ്ബോർഡ്. അപ്പോൾ നമ്മൾ ടെമ്പററി ആയിട്ടുള്ള മെയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത് ആ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തു. നമുക്ക് നമ്മളെ ആവശ്യങ്ങൾ നേടിയെടുക്കാം. അപ്പോൾ ഒറിജിനൽ മെയിൽ കൊടുക്കുക.